കേരളത്തിൽ എല്ലാ ദിവസവും കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിൻ്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിൻ്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഈ 10 വർഷം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഈ UDF 2018 മഹാപ്രളയം. ആ 18 നോക്കിയാൽ 2 വർഷം മുൻപ് കേരളത്തിൽ അധികാരത്തിരുന്നവരല്ലേ, 16 വരെ മാറി അധികാരത്തിരുന്നവരല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ അവഗണിക്കുക, കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിക്കുക എന്നൊക്കെ വരുമ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പാർലമെൻറ്റിൽ നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ടല്ലോ, ആരെങ്കിലും സംസാരിച്ചു? മാത്രമല്ല, ഞങ്ങൾ UDF-നോട് ആവശ്യപ്പെട്ടു, ഇത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണല്ലോ, ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, പ്രക്ഷോഭം നടത്താൻ പോകുന്നുണ്ട്, നിങ്ങളും കൂടി സഹകരിക്കണം. ഞങ്ങളില്ല എന്നല്ലേ സമീപനം. ഇതൊരു LDF-ൻ്റെ വിഷയമല്ലായിരുന്നു, നാടിൻ്റെ വിഷയമല്ല. എന്തുകൊണ്ടാണ് അതിൽ സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത്? അത്തരം ഘട്ടത്തിലും പാർലമെൻറ്റിനകത്ത് UDF MPമാർ സംസാരിക്കുമ്പോൾ അവർ ചെയ്തത് ഗവൺമെൻറ്റിനെ ന്യായീകരിക്കലായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയും കേരളത്തെ ആക്ഷേപിക്കുകയും ചെയ്യുക, കേന്ദ്ര ഗവൺമെൻറ് ന്യായീകരിക്കുക, ഇതല്ലേ ചെയ്തത്? എന്തുകൊണ്ടാണ് കേരളത്തെ അവഗണിക്കുക എന്ന് പറയും? കേരളത്തെ തകർക്കുന്ന എന്ന് പറയുന്നതായിരിക്കും. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJPയെ അവരുടെ മനസ്സിന് ചെറിയ നോവൽ പോലും ഒരു വിഷമവും അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് UDF കൂട്ടാണെന്ന്? ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിൻ്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല.